10ാം ക്ലാസ് വരെയുള്ള യോഗ്യതയിൽ ഇനി വരാനിരിക്കുന്ന PSCയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പല വിദ്യാർത്ഥികളും കമന്റ് ആയിട്ടും പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ LDC പരീക്ഷ കഴിഞ്ഞു പോയി, LGS പരീക്ഷ നടക്കാനായിട്ട് പോകുന്നു. ഇനി എന്താണ് നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട 10ാം ക്ലാസ് വരെയുള്ള യോഗ്യതയിലെ പരീക്ഷ അല്ലെങ്കിൽ ഒരു അവസരം? ഇതാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 2025 തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട തസ്തികകളും അതിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനുകളും അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ 2025 തുടക്കത്തിലോ അവസാനത്തിലോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്ന 10ാം ക്ലാസ് വരെയുള്ള യോഗ്യതയിലെ ചില പ്രധാനപ്പെട്ട തസ്തികകൾ ഇവയാണ്. ഒന്ന്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ. രണ്ടാമത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്, ബിവറേജ് LDC, അതുപോലെ തന്നെ LGS വേരിയസ് കമ്പനി കോർപ്പറേഷൻ. ഇവയൊക്കെയാണ് അടുത്തൊരു LDCക്കും LGSനും മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 10ാം ക്ലാസ് വരെയുള്ള യോഗ്യതയിൽ പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എപ്പോൾ വന്നു, റാങ്ക് ലിസ്റ്റ് എപ്പോൾ വന്നു, കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു, മുഴുവൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. സോ ഇത് ഓരോ നമുക്ക് നോക്കാം. ഇതെന്താണ്? ഈ ഒരു പോസ്റ്റ് ഒരു ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്, ഒരു ജില്ലാ തലത്തിലുള്ളതാണ്. ഓരോ ജില്ലയിലും അവസരങ്ങൾ വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ തരത്തിൽ ഡിസ്ട്രിക്ട് വൈസിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ്. ഏജ് ലിമിറ്റ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള 18-36 വയസ്സ്. OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ വയസ്സിളവ്, SSC കാൻഡിഡേറ്റിന് 5 വർഷത്തെ വയസ്സിളവ്. അതായത് OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 39 വരെയും SSC കാൻഡിഡേറ്റ് ആണെങ്കിൽ 41 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സാലറി സ്കെയില് 16,500, 35,700 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സാലറി സ്കെയിലാണ് ഈ പറഞ്ഞത്. ഇനി ക്വാളിഫിക്കേഷൻ SSLC ആണ്. SSLC തത്തുല്യമാണ് യോഗ്യത. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2020 സെപ്റ്റംബറിലാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 105/2020 ആണ്. അങ്ങനെ 2020 സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇതിന്റെ പ്രിലിംസ് പരീക്ഷ, പ്രിലിംസ് മെയിൻസ് ഇതിനുണ്ടാവും. സോ ആദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷ നടന്നു. 2021 ഫെബ്രുവരി ജൂലൈ മാസത്തിലായിട്ടാണ് പ്രിലിംസ് പരീക്ഷ നടക്കുന്നത്. കട്ട് ഓഫ് പല ജില്ലകളിൽ പലതായിരുന്നു, വേരിയന്റ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടിയ കട്ട് ഓഫ് 73ഉം ഏറ്റവും കുറവ് 65ഉം ആണ്. ബാക്കിയുള്ള ജില്ലകൾ ഇതിന്റെ ഇടയിലാണ് കട്ട് ഓഫ് നിന്നത്. അപ്പോൾ പ്രിലിംസിന്റെ കട്ട് ഓഫ് 65നും 73, 65-73 ഇടയിലായിട്ടാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇനി അതിന്റെ മെയിൻസ് പരീക്ഷ 2021 ഡിസംബറിൽ തന്നെ നടന്നു. അതിന്റെ കട്ട് ഓഫ് 57നും 66നും ഇടയിലാണ്. അതായത് 14 ജില്ലകളിൽ 14 കട്ട് ഓഫ് ആയിരുന്നു. അപ്പൊ 57-66ന്റെ ഇടയിലായിട്ടാണ്, ആ ഒരു മാർക്കിന്റെ ഇതിലാണ്, റേഞ്ചിലാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2021 ഡിസംബറിൽ നടന്ന പരീക്ഷ പ്രകാരം റാങ്ക് ലിസ്റ്റ് വരുന്നത് 2023 മെയ് 26-നാണ് ഇതിന്റെ സെയിൽസ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയത് 400 മുതൽ 910 വരെയുള്ള ആൾക്കാരാണ്. അത് ചില ജില്ലകളിൽ ഏറ്റവും കുറവ് 400 ആണ് ഒരു ജില്ലയിൽ, ബാക്കി ചില ജില്ലകളിൽ 910 ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയിലാണ് മറ്റുള്ള ജില്ലകളിൽ. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് മെയിൻ ലിസ്റ്റിലെ ആൾക്കാർ. റാങ്ക് ലിസ്റ്റ് മൊത്തത്തിലെ ആൾക്കാരല്ല, സപ്ലൈ ഞാൻ കൂട്ടിയിട്ടില്ല. മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടത് 400നും 910നും ഇടയിലുള്ള ആളുകളെയാണ് മെയിൻ ലിസ്റ്റിൽ ഓരോ ജില്ലകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മൾ 2023 മെയ്യില് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞത് വന്നു. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2026 മെയ്യിലാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. സോ അപ്പം 2026 മെയ്യിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ പ്രിലിംസ് നോട്ടിഫിക്കേഷൻ വരണം, പ്രിലിംസ് പരീക്ഷ നടക്കണം, മെയിൻസ് നടക്കണം, അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. ആ നിലയ്ക്ക് നമ്മൾ 2025 ആദ്യം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട തസ്തിക. ഇനി രണ്ടാമത്തിലേക്ക് പോവാം. അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. നമ്മൾ VFA എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. സോ ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അത്രത്തോളം ലിസ്റ്റ് വരുന്ന ഒരു സാധനമല്ല വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്, ജില്ലാ തലത്തിലാണ്. ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18-36 വയസ്സ്, നേരത്തെ പറഞ്ഞതുപോലെ 39 OBC, 41 SC/ST. സാലറി സ്കെയില് 17,000, 37,500 ആണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ബേസിക് സാലറി. ക്വാളിഫിക്കേഷൻ SSLC തന്നെയാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 സെപ്റ്റംബറിൽ വന്നു. കാറ്റഗറി നമ്പർ 368/2021 ആണ്. എക്സാം നടന്നത് പ്രിലിംസ് പരീക്ഷ 2022 മെയ് ജൂലൈ മാസത്തിലായിട്ട് പ്രിലിംസ് പരീക്ഷ നടക്കുന്നു. കട്ട് ഓഫ് മാർക്ക് പ്രിലിംസിൻ്റെത് 65നും 79നും ഇടയിലായിരുന്നു. ഏറ്റവും കൂടുതൽ 74ഒക്കെയാണ് കൂടുതലും വന്നത്. അപ്പോൾ പല ജില്ലകളിൽ ഏറ്റവും കൂടിയ കട്ട് ഓഫ് 79ഉം ഏറ്റവും കുറഞ്ഞ 65ആണ്.
14 ജില്ലയിലും 14 കട്ട് ഓഫ് ആയിരുന്നു. ഈ റേഞ്ചിലാണ് കട്ട് ഓഫ് മാർക്ക് പ്രിലിംസിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം മെയിൻസ് പരീക്ഷ 2023 മെയ്യിലാണ് മെയിൻസ് എക്സാം നടക്കുന്നത്. കട്ട് ഓഫ് 65-നും 75-നും ഇടയിൽ തന്നെയാണ്. അതായത് അതേ റേഞ്ചിൽ പ്രിലിംസിന് അതേ റേഞ്ചിൽ തന്നെയാണ് മെയിൻസിനും കട്ട് ഓഫ് വന്നത്. 65-നും 75-നും ഇടയിലായിട്ട് ആ ഒരു കട്ട് ഓഫ് ആണ് നമുക്ക് പല ജില്ലയിലും ഉണ്ടായിരുന്നത്. അങ്ങനെ മെയിൻ ലിസ്റ്റ് ലാസ്റ്റ് അവസാനം പരീക്ഷ നടന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരുന്നത് 2024 ഫെബ്രുവരി 22-നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 150, 250 ഇടുക്കി ജില്ലയിൽ 150 ആയിരുന്നു. മലപ്പുറം, തിരുവനന്തപുരം ജില്ലയിൽ 251, 240, 250 ഇടയിലാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ആളുണ്ടായിരുന്നത്. സപ്ലൈ ലിസ്റ്റ് കൂട്ടിയിട്ടില്ല. മെയിൻ ലിസ്റ്റിൽ 150-നും 250-നും ഇടയിലാണ് 14 ജില്ലകളിലും എന്തുണ്ടായിരുന്നത്, മെയിൻ ലിസ്റ്റിൽ ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിയമന നില അല്ലെങ്കിൽ നില എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ 2024 റാങ്ക് ലിസ്റ്റ് വന്നു. അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2027 ഫെബ്രുവരിയിലാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ 2025 അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പൊ ആ കാര്യം ക്ലിയർ ആണ്. ഇനി അടുത്തയിലേക്ക് പോവാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒരു സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്മൾ രണ്ടും പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഏജ് ലിമിറ്റ് 18-36 വയസ്സാണ്. ഇതൊരു യൂണിഫോം തസ്തികയാണ്. സാലറി 27,900, 63,700. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രണ്ടും ഉണ്ട് കേട്ടോ. വനിതകൾക്ക് പ്രത്യേകം, പുരുഷന്മാർക്ക്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്. ഇവിടെ ഫിസിക്കൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, നമുക്ക് ഫിസിക്കൽ ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഹൈറ്റ് 160 സെന്റിമീറ്റർ വേണം. SST ആണെങ്കിൽ 160 മതി. ചെസ്റ്റ് 81.3 സെന്റിമീറ്റർ ആണ്. അത് എല്ലാവർക്കും ഒരേപോലെയാണ്, മാറ്റമൊന്നുമില്ല. SST ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് ചെസ്റ്റ് അളവ് വരിക. സോ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 ഡിസംബറിലാണ് വന്നത്. ഏപ്രിൽ 2023 എക്സാം നടന്നു. കട്ട് ഓഫ് മാർക്ക് 58-33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത്. 58-33 ആണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ജില്ലാ തലത്തിലല്ല, ഇത് സംസ്ഥാന തലത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റ് 2024 ഫെബ്രുവരിയിൽ വന്നു. മെയിൽ ലിസ്റ്റിൽ 1239 പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടുണ്ടായിരുന്നത്. അതായത് 2024 ഫെബ്രുവരിയിൽ വന്നു. അടുത്ത 2027 ഫെബ്രുവരിയിൽ എന്ത് വരണം, അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ ആ ഒരു പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2025 ലാസ്റ്റോട് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്, ഒരു യൂണിഫോം പോസ്റ്റാണ് അസിസ്റ്റന്റ് ഫീമെയിൽ പ്രിസൺ ഓഫീസർ അല്ലെങ്കിൽ ഫീമെയിൽ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2018-ലാണ്. അന്നത്തെ കട്ട് ഓഫ് 76 മാർക്കായിരുന്നു. അന്ന് വളരെ കൂടുതലായിരുന്നു കട്ട് ഓഫ് മാർക്ക്. സോ റാങ്ക് ലിസ്റ്റ് 2020 വന്നു. അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 913 പേർക്ക് നിയമനം നടന്നിട്ടുണ്ട്. 2020 വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും 913 പേർക്ക് നിയമനം നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുകയാണ്. ഇതിനോട് അടുത്ത് തന്നെ നിയമനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെയാണ്. ഇതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പരീക്ഷയോടൊപ്പം തന്നെ എന്തുണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ IRB റെഗുലർ വിംഗ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയിലുള്ള ഒരു യൂണിഫോം പോസ്റ്റ് ആണ് പോലീസ് കോൺസ്റ്റബിൾ IRB റെഗുലർ വിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമുണ്ട്. 18-26 വയസ്സേ ഉള്ളൂ കേട്ടോ. 18-26. OBCക്ക് 3 വർഷം കൂടി കിട്ടും. 29, SSTക്ക് 31 വയസ്സ് വരെ. ഇതാണ് ഇതിന്റെ ഒരു വയസ്സ് നില എന്ന് പറയുന്നത്, ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സാലറി 22,200, 48,000 ആണ് സാലറി സ്കെയില്. ഇവിടെയും ഹൈറ്റ് 167 സെന്റിമീറ്റർ ഉണ്ടാവണം. ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടാവണം. ഇവിടെ ഹൈറ്റിലും ആർക്ക് ഇളവില്ല, SST കാൻഡിഡേറ്റിന് ഇളവില്ല. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 ഒക്ടോബറിലാണ് വന്നത്. എക്സാം മെയ് 2023 നടന്നു. കട്ട് ഓഫ് 32-86 ആണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ 1251 പേര് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് 2024 ഏപ്രിലാണ് വന്നത്. മെയിൻ ലിസ്റ്റിൽ 708 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേരിട്ടുണ്ടായിരുന്നത്. ഇവിടെ എൻട്രൻസ് ടെസ്റ്റും കൂടി ഉണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരീക്ഷയും അതുപോലെ തന്നെ ഒരു OMR പരീക്ഷയും ഫിസിക്കൽ ടെസ്റ്റും മാത്രമല്ല, എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് കൂടി, ഓട്ടം, നമ്മുടെ റോഡ് റൺ ഉണ്ട് 3 കിലോമീറ്റർ 13 മിനിറ്റ് ഓടണം. ആ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. 2016-ലാണ് അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. 2016 ജൂലൈയിൽ എക്സാം നടന്നു. റാങ്ക് ലിസ്റ്റ് 2018-ലാണ് വന്നത്. അതിനുശേഷം വിളിച്ചത് 2021-ലാണ് വിളിച്ചത്. അടുത്ത നമ്മൾ 2024-25 നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ. അടുത്ത് വരുന്നത് ബിവറേജ് LD ആണ്. ശമ്പളത്തിന് ഉപരിയായിട്ട് കുറേയധികം അലവൻസും അതുപോലെ തന്നെ കിമ്പിളാക്കി കിട്ടുന്ന ഒരു സാധനമാണ് ബിവറേജ് LD എന്ന് പറയുന്നത്. അപ്പൊ ബിവറേജ് LDC ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. പലരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ബിവറേജ് LDC. അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഏജ് ലിമിറ്റ് 18-36, OBC 39, 41 നമ്മുടെ SC/ST. സാലറി 9,190, 15,780 ആണ് പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരം സാലറി സ്കെയിൽ, ബേസിക് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കൂടുതൽ അലവൻസും അതുപോലെ തന്നെ നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ബോണസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് ബിവറേജ് LDC.
ഇനി ക്വാളിഫിക്കേഷൻ SSLC തന്നെയാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 നവംബറിൽ വന്നു. 558/2021 കാറ്റഗറി നമ്പർ. എക്സാം 2024 പ്രിലിംസ് 2024 മെയ് ജൂലൈയിലായിട്ട് നടന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് 80 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. ദെൻ മെയിൻസ് എക്സാം 2023 മെയ്യിൽ നടന്നു. കട്ട് ഓഫ് 76 മാർക്കായിരുന്നു. അത്രത്തോളം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ബിവറേജ് LDC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ച് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ട ഒരു പോസ്റ്റാണ് ബിവറേജ് LDC. അപ്പൊ കട്ട് ഓഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു മത്സരം മനസ്സിലാവും. ഇനി റാങ്ക് ലിസ്റ്റ് 2024 ഫെബ്രുവരിയിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ 1619 പേരാണ്. 1619 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഈ റാങ്ക് ലിസ്റ്റ് 2024 ഫെബ്രുവരിയിലാണ് വന്നത്. അടുത്ത റാങ്ക് ലിസ്റ്റ് 2027 ഫെബ്രുവരിയിൽ വരണം. സോ 2025 അവസാനം തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ട ഒരു പോസ്റ്റാണ് ബിവറേജ് LDC എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ LGS ആണ്. LGS കമ്പനി കോർപ്പറേഷൻ ആണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്, സംസ്ഥാനതല നോട്ടിഫിക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ് ഇതിലേക്കാണ് വിളിക്കുന്നത്. KSFE, KSR, നമ്മുടെ KSRTC, KSCB തുടങ്ങിയിട്ടുള്ള നിലവിൽ പല പല ബോർഡുകളുണ്ട്. അതിലേക്കൊക്കെയാണ് കമ്പനി കോർപ്പറേഷനിലൊക്കെയാണ് വിളിക്കുന്നത്. ഏജ് ലിമിറ്റ് 18-36 വയസ്സ് തന്നെ. നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറിക്കാർക്ക്, OBC SC-കാർക്ക് വയസ്സിലുണ്ട്. സാലറി വരുന്നത് ഇവിടെ എന്താണ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ബൈ ദ കമ്പനി കോർപ്പറേഷൻ. പലതായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം KSFE-യിലെ ഒരു സാലറി സ്കെയിൽ അല്ല KSCB-യിൽ, അത് വ്യത്യാസപ്പെട്ടിരിക്കും. കമ്പനി കോർപ്പറേഷൻ പ്രകാരം അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് അല്ല, 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 ഡിസംബറിലാണ് അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. 609/2024 കാറ്റഗറി നമ്പർ. എക്സാം നടന്നത് പ്രിലിംസ് 2022 മെയ് ജൂലൈയിലായിട്ട് പ്രിലിംസ് നടന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് 75 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. അതിനുശേഷം മെയിൻസ് എക്സാം 2023 മെയ്യിൽ നടന്നു. മെയ്യിൽ കട്ട് ഓഫ്, ഇതിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് 76 മാർക്കാണ് മെയിൻസിന്റെ കട്ട് ഓഫ്. പ്രിലിംസും മെയിൻസും കട്ട് ഓഫ് ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2021 ജനുവരി 12-നാണ്. മെയിൽ ലിസ്റ്റിൽ മൊത്തം 3712 പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2027 ജനുവരിയിലാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അപ്പുറത്തെ ബിവറേജിലേക്ക് പറഞ്ഞതുപോലെ 2025 അവസാനത്തോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LGS കമ്പനി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പൊ LDC കഴിഞ്ഞ പശ്ചാത്തലത്തിലൊക്കെയാണ് പല വിദ്യാർത്ഥികളും ആ പഠിച്ചത് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് എന്താണ് ഒരു അവസരം ഉള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടതുപോലെ കഴിഞ്ഞ LDC പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവരാണ് കൂടുതലും ഇനി എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ടും PSCയുടെ അപ്ഡേറ്റുകളായിട്ടും അതുപോലെ ഫ്രീ വീഡിയോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്, നിങ്ങളുടെ ഒപ്പം തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.